ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഹൈബ്രിഡ് അഡീനിയം സീഡ്സിൻ്റെ ഗ്രോത്തിൻ്റെ അപ്ഡേറ്റ്സ് ആണ് കേട്ടോ. ഞാൻ ഇത് പാകിയിട്ട് കുറച്ച് നാളായി. ഇപ്പം 2-3 ട്രിപ്പായിട്ടാണ് പാകിയത്. ആദ്യം പാകിയത് മൊത്തം കിളിച്ചില്ല, 3-4 വിത്തുകളെ കിളിച്ച് കിട്ടിയുള്ളായിരുന്നു. പിന്നെ രണ്ടാമത് കുറച്ചുകൂടെ നല്ല മണ്ണെടുത്ത് പാകിയതായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മൊത്തം കുറേശ്ശെയായിട്ട് എൻ്റെ സീഡ്ലിങ്സൊക്കെ ഇതുപോലെ ചീഞ്ഞു പോകുന്നു, ചുവട്ടിൽ നിന്ന് ചീഞ്ഞു പോകുന്നു. ഇത് ഒച്ച് കടിക്കുന്നതാണോ അതോ തനിയെ ഈ വെള്ളത്തിൻ്റെ എന്തെങ്കിലും കൂടുതൽ കൊണ്ട് ചീഞ്ഞു പോകുന്നതാണോ എന്നറിയില്ല. ഞാനിത് പാകിയതിന് ശേഷം പുറത്തൊന്നും വെച്ചിട്ടേ ഇല്ല, നമ്മുടെ റൂമിൽ തന്നെ ആയിരുന്നു വെച്ചിരുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് വെയിലാകുമ്പം കൊണ്ട് പുറത്ത് വയ്ക്കുമായിരുന്നു. ഇപ്പം മഴ സമയം തുടങ്ങിയല്ലോ, അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിനകത്ത് തന്നെ ആയിരുന്നു വെച്ചിരുന്നത്. ഷെയ്ഡിലും അല്ല, റൂമിനകത്ത് തന്നെ ആയിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ നല്ല വെയിൽ വരുമ്പോൾ ഒന്ന് വെളിയിൽ കൊണ്ടുപോയി വെക്കുമായിരുന്നു. ഒച്ച് കഴിക്കുന്നതാണോ എന്നറിയില്ല, ചുവട് ഭാഗം കൊണ്ടാണ് ചീഞ്ഞു പോകുന്നത്, അതോ വെള്ളത്തിൻ്റെ ആണോ. എന്തായാലും ഞാനിപ്പോൾ അതിനെ ആ പോട്ടിൽ നിന്ന് മാറ്റി കുറച്ച് വേറെ മണ്ണ് ചേർത്ത് പെർലൈറ്റും ഒക്കെ ചേർത്ത് നടുകയാണ്. ഇതിൽ തന്നെ ഞാൻ കുറച്ച് പെർലൈറ്റ് സ്പ്രെഡ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ചീഞ്ഞു പോവുകയാണ് കേട്ടോ. ഒച്ച് തിന്നുന്നതാണോ അതോ വെള്ളത്തിൻ്റെ ആണോ എന്നൊരു പിടിയുമില്ല. എന്തായാലും ഇതിനെ മാറ്റുകയാണ്. ഈ പോട്ടിൽ നിറയെ ഒച്ചിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. കുഞ്ഞ് ശംഖ് പോലത്തെ ഒരു ടൈപ്പ് ഒച്ചുണ്ടല്ലോ, അതിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. അതിന് കൊല്ലും തോറും പെരുകി വരുമായിരുന്നു. ഇപ്പോൾ എന്തായാലും വലുതായിട്ട് കാണുന്നില്ല. എന്തായാലും ഞാൻ ഇതിൽ നിന്ന് ഇതിനെ കുറച്ച് മാറ്റി നടുകയാണ്. സാഫ് വെള്ളത്തിൽ കുറച്ചൊന്ന് മുക്കിയിട്ട് നടാമെന്ന് വിചാരിച്ചു. കാരണം എന്തെങ്കിലും ചെയ്യുന്ന ഫംഗസിൻ്റെ വല്ല അറ്റാക്കാണോ എന്നറിയില്ല. എന്തായാലും കുറച്ച് ഒരു 2 മിനിറ്റേ ഇടുന്നുള്ളൂ. കുഞ്ഞു വേരല്ലേ, വേരായി വരുന്നതേ ഉള്ളൂ. എല്ലാം ഹൈബ്രിഡ് സീഡാണ്, പക്ഷേ കിളിർത്തതുമാണ്. എന്ത് ചെയ്യാനാ. അപ്പോൾ എന്തായാലും ഞാൻ മാറ്റി നട്ടെടുക്കുകയാണ്. പിന്നെ ഇതിൽ കുറച്ച് വിത്തും കൂടെ ഞാൻ രണ്ടാമത് വീണ്ടും പാകിയിട്ടുണ്ടായിരുന്നു. അതും എല്ലാം ഒന്നും കിളിർത്ത് കിട്ടിയിട്ടില്ല. ഈ മണ്ണിൻ്റെ പ്രോബ്ലം തന്നെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, അതോ ഈ കാലാവസ്ഥ ചേഞ്ച് ആയതിൻ്റെ ആണോ എന്നറിയില്ല. എന്തായാലും അടീനിയത്തിന് പറ്റിയ സമയമല്ല ഇപ്പം. പ്രൂണിങ്ങിനായാലും സീഡ്ലിങ്സ് മുളപ്പിച്ചെടുക്കാനും മഴ സമയത്തത്ര നല്ല സമയമല്ല. പക്ഷേ സീഡ് നമുക്ക് കിട്ടിയത് ഒരുപാട് ദിവസം വെച്ചിരുന്നാൽ അത് പിന്നെയും കിളിർത്ത് കിട്ടാനും പാടാണ്. ഞാൻ കുറച്ച് സീഡ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് പേർക്ക് സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ സെയിലിനുള്ളത് റെഡി ആവുന്നില്ല കേട്ടോ. നമ്മുടെ ഈ കൊറിയർ സർവീസുകാർ അത്ര വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന അവരെ നിന്ന് മാറ്റി. പിന്നെ ഞാൻ കുറച്ച് 1-2 പേരോട് അന്വേഷിക്കുന്നുണ്ട്. 5-6 ദിവസമൊക്കെ എടുക്കും നമ്മുടെ പ്ലാൻസ് ഒന്നും കേരളത്തിൽ കിട്ടാൻ. അത് കാരണം മടിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പ്ലാൻസ് ഡാമേജ് ആയത് കാരണം കൊറിയർ ചെയ്യാൻ മടിക്കുകയാണ്. എന്നാലും കുറച്ച് അഗ്ലോണിമ ചെടിയുണ്ട്, അതാകുമ്പോൾ കുറച്ച് ചീത്തയാകത്തില്ലല്ലോ എന്ന് വിചാരിച്ച് അടുത്ത സെയിലിനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ കുറച്ച് ഒരു 2-3 പേർക്ക് കൊടുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് ലേറ്റാകും തോറും അത് മുളയ്ക്കുമോ എന്നറിയില്ല. 1-2 പ്രാവശ്യം കൂടെ ഒന്ന് പാകി നോക്കാം. കുറച്ച് സീഡും കൂടെ ഒന്ന് ഇട്ട് പാകി നോക്കുമെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഞാൻ ഇതിനെ മൊത്തം മാറ്റിയിട്ടുണ്ട്. 1-2 കുഞ്ഞു സീഡുണ്ട്, അതൊഴിച്ച് ബാക്കി എല്ലാത്തിനെയും ഞാൻ ഇതുപോലെ സാഫിൻ്റെ വെള്ളത്തിലൊരു 2 മിനിറ്റ് ഇട്ടിട്ട് ഡയറക്റ്റ് അങ്ങ് നടുകയാണ്. എന്നിട്ട് ഇത് വീണ്ടും ഷെയ്ഡിൽ തന്നെ വെച്ച് നോക്കാം. എന്തായാലും ഹൈബ്രിഡ് സീഡല്ലേ, ഹൈബ്രിഡ് അല്ല നാടനായാലും ഇതിൻ്റെ സീഡ് മുളപ്പിച്ച് പിടിച്ച് കിട്ടാൻ കുറേ സമയമെടുക്കും. ഇത് പിന്നെ നമ്മുടെ നാടൻ വിത്ത് പാകിയതാണ്, അതെല്ലാം നല്ലതുപോലെ കിളിർത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒരു സീഡ് എന്തോ കടിച്ച് അതിൽ കിടന്നു, എന്തോ കട്ട് ചെയ്തതുപോലെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഒച്ചാണോ എന്നറിയില്ല അതും. എന്തായാലും ബാക്കിയൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ ജെർമിനേഷനുള്ള സീഡാണ് കേട്ടോ നാടന്. ഹൈബ്രിഡിനെക്കാട്ടിൽ വേഗത്തിൽ ഇത് കിളിർത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ നാടൻ വിത്ത് പാകിയതിൻ്റെ ഇലകളൊക്കെ ഒരു നീണ്ട ടൈപ്പ് ഇലകളാണ് വരുന്നത് കേട്ടോ. അതേസമയം ഹൈബ്രിഡിൻ്റെ ഒരു റൗണ്ട് ടൈപ്പ് ഇലകളാണ് വരുന്നത്. ഏതെങ്കിലും ഒരു വെറൈറ്റി മാറി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു, നല്ല കളറൊക്കെയുള്ള
പോളിനേഷനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമ്മുടെ കണ്ണീച്ചയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കണ്ണീച്ചയല്ല, തേനീച്ച. നമ്മുടെ കടുക് ചെടിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൽ നിറയെ തേനീച്ച വരും. അങ്ങനെ പോളിനേഷനിലൂടെയൊക്കെ വെറൈറ്റി പ്ലാന്റ്സൊക്കെ ഉണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട്. ഇനി അതോ ഇത് ഹാൻഡ് പോളിനേഷൻ ചെയ്താണ് വെറൈറ്റിയൊക്കെ ഉണ്ടാകുന്നതെന്ന് അറിയില്ല. എന്തായാലും ഇതിനി വളർന്നു വന്ന് പൂവാകാൻ എത്ര നാൾ കാത്തിരിക്കണമെന്ന് ഓർക്കുമ്പോഴാണ് വിഷമം. ഒന്ന് വേഗം വളരാൻ വേണ്ടി എന്താ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. നല്ല നമ്മുടെ മുരിങ്ങയിലയും ഒക്കെ ചേർത്ത് ആ കമ്പോസ്റ്റ് അത് ചേർക്കണോ, അതോ നമ്മുടെ ഈ കൊന്നയിലയൊക്കെ അരച്ച് ചേർത്ത് ലിക്വിഡാക്കി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലോ എന്നുണ്ട്. പക്ഷേ ചീഞ്ഞു പോയി മൊത്തം സീഡ്ലിങ്സും പോവും. അതുകൊണ്ട് പരീക്ഷണത്തിനൊന്നും തയ്യാറാകുന്നില്ല. ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. എന്നിട്ട് ഇതുപോലെ ചീഞ്ഞു പോവുകയാണ് ചുവടൊക്കെ. കുറേ സീഡ്ലിങ്സ് എല്ലാം ഇങ്ങനെ പോയി. എന്തായാലും മാറ്റി നട്ടിട്ടുണ്ട്. അതെല്ലാം പിടിച്ചു കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം.